ആശാപ്രവർത്തകരുടെ സമരം അത് സെക്രട്ടേറിയറ്റ് മുൻപിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി അവർ അവിടെ ഈ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ടാർപോളിൻ കെട്ടിയിരുന്നു. പക്ഷേ പുലർച്ചെ 3 മണിയോടുകൂടി പോലീസ് എത്തി ആ ടാർപോളിൻ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് തിരുവനന്തപുരത്ത് പെരുമഴയാണ്. ആ പെരുമഴയത്തും അവരുടെ സമരം തുടരുകയാണ്. പക്ഷേ ആ സമരത്തിന് പിന്തുണയുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിട്ടുണ്ട്. സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കണം. അതാണ് 26,000 സ്ത്രീകൾ ഈ കേരളത്തിൽ പറയുന്നത്. റെയിൻകോട്ടൊക്കെ ധരിച്ചുകൊണ്ടാണ് അവരുടെ സമരം തുടരുന്നത്. അതായത് എന്നാലും പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാട് ആവർത്തിക്കുന്നു അവർ സമരത്തിലൂടെ തന്നെ. അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ഇപ്പോൾ കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും സമരം തുടരാൻ തന്നെയാണ് അവരുടെ നീക്കം. അടുത്ത നടപടി എന്താണ്? അവിടെ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അക്ഷയ, മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് പെയ്യുന്നത്. ആ മഴയ്ക്കിടയിലും സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവർ ഇന്നലെ കെട്ടിയിരുന്ന ഒരു ടാർപോളിനുണ്ട്. ആ ടാർപോളിന് അഴിച്ചു മാറ്റിയതിനു ശേഷം അവർ കനത്ത മഴയത്ത് ഇരുന്ന് സമരം ചെയ്യുകയാണ്. വിഷയുണ്ട് അവിടെ സ്ഫോടനം പൊട്ടുന്നു. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. തിരുവനന്തപുരത്ത് പേമാരി പെയ്ത്താണ്. ആ പേമാരി പെയ്ത്തിൽ ഇപ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. ഇന്നലെ രാത്രി ഈ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് അവർ സമരം ചെയ്യുന്ന സമരപന്തലിന് മുകളിൽ ടാർപോളിൻ കെട്ടിയിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി പോലീസ് എത്തി ആ ടാർപോളിൻ അഴിച്ചു മാറ്റുകയായിരുന്നു. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, തൊട്ട് പിന്നിലാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. ആ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ടാർപോളിൻ അഴിച്ചു മാറ്റുകയായിരുന്നു. ഇപ്പോൾ ആ മഴയത്ത്, ഈ പെരുമഴയത്ത് അവിടെ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. അവർക്ക് പിന്തുണയുമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിട്ടുള്ളത്. ആശമാരോട് സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട്. അമൽ, പറഞ്ഞോളൂ. പക്ഷേ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറം ഒരു കടയിൽ എന്തോ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. അതാണ് നമ്മൾ ക്യാമറ അവിടേക്ക് പോയത്. ഇതിപ്പോൾ ഇവരുടെ സമരം തുടരുകയാണ്. ഇവർ ഇന്നലെ കെട്ടിയിരുന്ന ഒരു ടർപ്പോളിനടക്കം അഴിച്ചു മാറ്റി. ഇവരിപ്പോൾ വളരെ കുറച്ച് ആളുകൾ കുടയും ചൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം കോട്ടുകളൊക്കെ ആയി ഇവിടെ നിന്ന് ഇട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് എത്തി. അദ്ദേഹം ഇപ്പോൾ ആശാപ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ ഇവർക്ക് ഉറപ്പ് നൽകി മടങ്ങിയിരുന്നത്. പക്ഷേ ഈ സമരം പരിഹരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇവരുമായി ചർച്ച ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി മാറുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയധികം ഒരു പ്രതിസന്ധി നേരിട്ടുള്ള ഒരു സമരം, കനത്ത മഴയത്ത് ഇവർ സമരം ചെയ്യുകയാണ്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ സുരേഷ് ഗോപിക്ക് ആശാ പ്രവർത്തകർ നന്ദി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും പരാതികളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരം പോയതുപോലെ അല്ല ഇന്നിപ്പോൾ ഈ സമരം പോകുന്നത് എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയപരമായി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇവർക്ക് ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിസന്ധികളൊക്കെ പറയുമ്പോഴും അവർ അതിന് ന്യായങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഇന്നലെ രാത്രി മുതൽ അങ്ങനെയല്ല സാഹചര്യം. ഇന്നലെ രാത്രി മുതൽ സാധാരണക്കാരായ സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്ന് കനത്ത മഴയത്ത് സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അവർ കെട്ടിയ ഒരു പന്തൽ അഴിച്ചു മാറ്റി അവരെ മഴയത്ത് നനയാൻ വിട്ട പോലീസിന്റെ ഒരു നടപടി, ഇതൊക്കെ ശരിയാണോ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപന്തൽ കെട്ടുന്നത് ഹൈക്കോടതി വിധി പ്രകാരം തെറ്റാണ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അത് നിയമലംഘനമാണ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു മാനുഷിക വശമുണ്ട്. അത് ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കനത്ത മഴയത്ത്, മഴ എന്ന് പറയുമ്പോൾ നമുക്ക് കുട ചൂടി നിന്നാൽ പോലും ശക്തമായ കാറ്റും മഴയും നനയേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ആശാപ്രവർത്തകരുടെ സമരത്തിനിറങ്ങേണ്ടി വരുന്നത്.